ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്. കുറേ ദിവസമായി അവിടെ നിന്ന് പോവാതെ. അപ്പോൾ മഴയും കുറവുണ്ട്, നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ എങ്ങനെ കയറിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് ഓർത്ത്. വെള്ളമൊക്കെ കൂടിയോ എല്ലാം നോക്കിയിട്ട് വരാമെന്നോർത്ത് അപ്പോൾ നമുക്ക് പുഴയിലോട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നല്ലോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചേ. ഇതിപ്പോൾ നമ്മൾ പോകുന്ന ആ പുഴയിലോട്ട് പോകുന്ന റോഡാണ്. വീടിൻ്റെ അടുത്താണ് ഈ റോഡ്. ഞാൻ വീടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് ഈ വീഡിയോ ആക്കിയത്. അങ്ങനെ അപ്പോൾ ഡയറക്റ്റ് റോഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയേ. ഇപ്പോൾ മഴ കുറഞ്ഞു, നല്ല മഴ കാരണം മഴ കുറഞ്ഞു, റോഡൊക്കെ നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. കൂടിയോ കുറഞ്ഞോ? ഇത് കോൺക്രീറ്റ് ആവാത്ത റോഡാണ്. 2-3 വർഷത്തിൽ ഇത് കോൺക്രീറ്റ് ആവുമായിരിക്കുമേ, പറയാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴിയിൽ വെള്ളമൊക്കെ കെട്ടി നിൽപ്പുണ്ട്. ഈ നല്ല വീതിയുള്ള റോഡാണ്. ഇത് വണ്ടി പോയി ഒരു സ്ഥലത്ത് തന്നെ പോയിട്ട് അത് റോഡായി മാറി. നല്ല വീതി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളിത് കയറാൻ പോണത് വലിയ കുന്നാണെന്നു. അത് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇതിലൊക്കെ നേരത്തെ ഞങ്ങൾ പിന്നെ ആ കുന്നിനെ ചെറുതാക്കി വിളിക്കാൻ വേണ്ടി സാധാരണ ഒരു കുന്നായി മാറിയിട്ടുണ്ട്. അത് പോയിക്കൊണ്ടിരുന്ന വഴികളായത്. ഓഫ് റോഡിന് പറ്റിയ റോഡാണ്. വലിയ ഓഫ് റോഡല്ല. ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സൈക്കിളിൽ പോകില്ലായിരുന്നോ? സൈക്കിളിൽ പോകുന്നല്ല, ബൈക്കിലൊക്കെ പോകുമ്പം നല്ല സ്കിഡിങ് ആവും. ഈ പ്ലേസ് ചെറിയൊരു കയറ്റാണ്. ഇതിലെ ജീപ്പ്, കാറ്, ബൈക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന പാട് കണ്ടില്ലേ, സ്കിഡായി പോകുന്നത്. ഡൗൺ ആക്കി ഇപ്പം ഈ അപ്പുറം ഇപ്പുറം കാടല്ല കേട്ടോ. അപ്പുറം ഇപ്പുറം കൃഷികളുള്ള ഓഫ് റോഡിന് പറ്റിയ പ്ലേസാണത്. റോഡാണിത്. സ്കിഡൊക്കെ അടിച്ച് കണ്ടോ, ഇവിടെയൊക്കെ നല്ല സ്കിഡായിട്ട് വണ്ടി കയറിയതാന്ന് തോന്നുന്നു. കൂടെ ഒരു കുട എടുത്തിട്ടുണ്ട്. എപ്പോഴാണ് മഴ പെയ്യണേന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട്. അപ്പുറം കാടല്ല കേട്ടോ, കൃഷിയൊക്കെ ഉണ്ട്. ഒരു കയ്യിൽ മൊബൈലും പിന്നെ ഒരു കയ്യിൽ കുടയും. റോഡ് നല്ല വീതിയുള്ള റോഡാണ്. ഇപ്പം മഴയില്ല, മഴ പെയ്യില്ലോ എന്ന് ഓർത്തൊരു കുട എടുത്തു. ഇത് കണ്ടോ, ഫുള്ള് കാട് കയറി വന്നു. പിന്നെ വണ്ടികൾ ഈ സ്ഥലത്തൂടെ തന്നെയല്ല പോകുന്നത്. ചേറാണ്. അങ്ങനെ നോക്കിയേ, ചേറാന്ന് പറഞ്ഞ് നമുക്ക് നടക്കാനൊക്കെ പറ്റും കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, നടന്നു പോകുന്ന സൈഡിൽ കൂടെ. പറ്റിയ റോഡ് ചെറിയൊരു ഓഫ് റോഡ് സൈക്കിളിലൊക്കെ പോകുന്നവർക്കൊക്കെയാണ് ഇതൊരു ഓഫ് റോഡ് പോലെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. റോട്ടിൽ കൂടെ എല്ലാം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. അതെല്ലാ റോട്ടിൽ കൂടെ ഉണ്ട്. മണ്ണ് റോഡായാലും കോൺക്രീറ്റ് ആയാലും. ആ കുന്ന് കയറിയായ ഇനി ഒരു ചെറിയൊരു ഇറക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ഇറക്കാം കേട്ടോ. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷെ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇറക്കാമെന്ന്. ഒരു സൈഡ് കാണാനും പറ്റും, പിന്നെ ഒരു സൈഡ് വീഡിയോ എടുക്കാനും പറ്റും. ഇനി ഒരു ഇറക്കം ഇവിടുന്ന് മുതൽ ഒന്ന് കയറി വന്നു, അതിനുശേഷം ഒരു ഇറക്കം. ഇറക്കം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സാധാരണ നല്ല ഇറക്കം കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ ലെവലിലായിട്ടാണ് കാണുന്നത്. ഒരു കുട എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിക്കൊക്കെ കിട്ടി, സുഖമായിട്ട് പോകാൻ പറ്റും. ഈ 2 വണ്ടി വരുമ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. കൃഷിയാണ് കേട്ടോ. ഇവിടുന്ന് മുതൽ കോൺക്രീറ്റ് റോഡാണ്. നല്ല റോഡെത്തി. കോൺക്രീറ്റ് നല്ല പായൽ പിടിച്ചിരിക്കുക. നോക്കി നടന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി തെന്നും. നല്ല പായലുണ്ട്. എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ പോകുന്ന കുറവുണ്ട്.
ഇതാണ് ഞങ്ങളുടെ തറവാട്, പണ്ടത്തെ തറവാട്. അത് പൊളിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വന്ന് കൂടിയിട്ട് ഞങ്ങൾ അതിലെ എങ്ങനെ നടന്നു പോകും തോട്ടിച്ചാടാൻ വേണ്ടി. ഇതിപ്പോൾ കോൺക്രീറ്റ് ആയതാ കേട്ടോ. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ കൂടെയും. ഞങ്ങൾ നേരത്തെ കുളിക്കാൻ പോകുന്നത് നോക്കി നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും തെന്നി വീഴുക. കുളിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടന്ന് പുഴയെത്തി എത്താറായി. നോക്ക് ഗൈസ്, ജസ്റ്റ് ഒന്ന് തെന്നിയാൽ മൊബൈലും താഴെ പോയി. ഗൈസ് മെല്ലെ ഒന്ന് തെന്നി. പുതിയ മൊബൈലാണ് ഗൈസ്, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പുതിയ മൊബൈലാണ്, ഭാഗ്യത്തിനൊന്നും ആയില്ല. ഞാൻ വേണമെങ്കിൽ കാണിക്കാം പ്ലേസ് എവിടെയാണ് തെന്നിയെന്ന്. സൈഡിൽ കൂടെ അവിടെ കൊണ്ടോ നോക്ക് ഗൈസ്, സൈഡിൽ കൂടെ നടന്നു പറഞ്ഞ് സൈഡിൽ കൂടെ തന്നെ പോകുന്ന ഒറ്റ വീഴ്ച വീണേ. സ്കിഡായതാ, ജസ്റ്റ് ഒന്ന് സ്കിഡായി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിടിച്ചാൽ അവിടെ നിൽക്കുള്ളൂ വണ്ടി. മൊബൈൽ വീഴാതെ പിടിച്ചു, എന്നാലും നിലത്ത് കുത്തി വീണു. അങ്ങനെ മെല്ലെ നടന്നു, ആരും കണ്ടില്ല ഭാഗ്യത്തിന്. അപ്പം സ്കിഡായി ഇരിക്കും, അതും ഈ മഴയത്ത് ഒറ്റക്കൈ കൊണ്ടൊക്കെ. അങ്ങനെ നടന്ന് എത്തി ഗൈസ്. സൈഡിൽ കൂടെ കാണാമോ, ദൂരേന്ന് കാണാമോ? അതുകൊണ്ട് അപ്പം ഇതാണ് ഗൈസ് പുഴ എത്തി എന്നുള്ളതാണ്. അടിപൊളി പുഴ. തോട് സാധാരണ നല്ല വലിയ പുഴയാണ് തോട് ഉള്ളത്. ഉള്ള പുഴ ഉള്ളതല്ല, ഇതിലായിരുന്നു നേരത്തെ പോകുന്നുണ്ടായിരുന്നത്. അപ്പുറം പോയാൽ ഇല്ലിയും കൂടെ ആക്കില്ലായിരുന്നു, പാലം ഉണ്ടായിരുന്നു. പാലം അതായിരുന്നു. ഇപ്പോഴാണ് ഇത് കോൺക്രീറ്റ് ഇതുണ്ടോ ആയത്, പുതിയ പാലം. അങ്ങനെ എത്തി ഗൈസ്. നോക്ക് ഗൈസ്, ഓക്കെ, ഇതാണ് പുതിയ പാലം. ഇതാണ് ഞങ്ങളുടെ പുഴ. ഇവിടെ സൈഡ് മീനൊക്കെ പിടിക്കുമായിരുന്നു. വെള്ളവും കുറവല്ലേ, മീൻ ഒക്കെ പിടിക്കാൻ വരുന്നതാണ്. കിട്ടുന്ന മാത്രം ഞണ്ട് വെള്ളമൊക്കെ കാണുമായിരിക്കും, പക്ഷേ വെള്ളമൊന്നും ഇല്ല, കുറവാണ്. ഇതൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുന്നു. കലക്കലായിരുന്നു, അങ്ങനെ ഓർത്ത് വന്നതാണ്. പക്ഷേ വലിയ കലക്കലൊന്നുമില്ല. ഇത്രയും വീടുണ്ട്, അങ്ങോട്ട് വീടുണ്ട്. അവിടെയുള്ള അവിടെ ആയിരുന്നു വീടുണ്ടാകും. കുറേ വർഷം ഇത് മാറിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. കരയ്ക്ക് വന്നത് ഓക്കെ, അവിടെയാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. ക്ലീനും കാണുമ്പോൾ ഒന്ന് കുളിക്കാൻ തോന്നും. ഓർത്തെടുത്തില്ല, ഇതിൽ ഒന്ന് ചാടിയിട്ട് പോകുന്ന കുളിക്കാൻ തോന്നുന്നു. വെള്ളത്തിൻ്റെ സൗണ്ട് കണ്ടു. ഞാൻ ചാടിയിട്ടേ പോകുന്നുണ്ടായിരുന്നു. ക്ലീൻ വെള്ളം, മേളിൽ മഴ പെയ്തില്ല ഇരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ വെള്ളം വരുന്നത്. സൈഡിലൊക്കെ ചാടി കയറിയിട്ടുണ്ട്. ഇതിലൊക്കെ ഒന്ന് കുളിക്കാന്നേ ഉള്ളൂ. ഇതൊക്കെ പിള്ളേർക്ക് വേണമെങ്കിലും കുളിക്കാം ഈ വെള്ളത്തിൽ, വലിയ ഒഴുക്കില്ല വെള്ളം. ഞങ്ങളിത് കൈയാണോ അതെ, അവിടെ നിന്നൊക്കെയാണ് ചാടി കുളിച്ചോണ്ടിരുന്നത്. അവിടെ നിന്ന് ചാടി കുളിക്കും, നീന്തും. അതിനുശേഷം മേലെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നീന്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ സീത അവിടെ പോയിട്ട് അവിടെ പോയിട്ട് കയറാൻ പറ്റും. കുറേ പേരുണ്ടായിരുന്നില്ല. ഞായറാഴ്ച പഠിക്കുന്നുണ്ടായിരുന്നു. പുഴയുടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ. എന്തായിട്ട് ഇത് കുഴിയില്ല, വെള്ളം നല്ല കുഴിയും. തോട് വന്ന് കണ്ടോ, വലിയതാണ് തോട്. സാധാരണ ഇതിൻ്റെ ഒപ്പ് വെച്ച് നോക്കാം. ഇത് പറയണ്ടേ, നല്ല വെള്ളം അതിൻ്റെ ആ പറമ്പില്ലേ, അവിടെ നിന്ന് അവിടം വരെ വെള്ളം.
ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. മേളിൽ മഴ വെള്ളം, അതുകൊണ്ട് ഇത് നല്ല കലങ്ങിയാണ് വെള്ളം വന്നുകൊണ്ട്. ഞാൻ നേരത്തെ മീനൊക്കെ യൂട്യൂബിൽ പിടിക്കാൻ കുറേ നല്ല വീഡിയോ രസമാണ്. ഇട്ടിട്ടുണ്ടായിരുന്നു. മൊബൈൽ മീൻ ചേഞ്ച് പിടിക്കാൻ ആയപ്പോൾ ഇത് കിട്ടുന്ന ഫുള്ള് ഞണ്ടായി. അതെല്ലാം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ മൂലയിലൊക്കെ ചിലപ്പോൾ ഞണ്ട് ഇതൊരു പുതിയ ആ മൂലയിലൊക്കെ യൂട്യൂബ് ചാനലാണ്. എന്തെങ്കിലും ഞണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ പിടിച്ചോണ്ട് വരും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ബൈ ഗൈസ്.